सदन की कार्रवाई अनिश्चितकाल के लिए स्थगित की जाती है. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. FCRA ബിൽ പാസാക്കിയില്ല, മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിച്ചുമില്ല. കോക്രോച്ച് സമരം കൊണ്ട്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട്, പ്രശാന്ത് കിഷോറിന്റെ ഉജ്ജ്വല വിജയം കൊണ്ട് ഇടുങ്ങി വിറച്ചിരിക്കുകയാണ് BJP. അവസാന ദിവസം മോദി എത്തി. ആദ്യമായി അമിത്ഷായും വന്നിട്ട് എന്തിനാണെന്ന ചോദ്യം. विपक्ष संसद को चलने ही नहीं दे रहा है दोनों गृहों में, तो कोई जाकर क्या करेगा? മണ്ഡല പുനർനിർണയം ഇനി എപ്പോഴാണ് എന്നുള്ളതാണ് $1 മില്യൺ ചോദ്യം. ഭരണഘടനാ ഭേദഗതി വർഷകാല സമ്മേളനത്തിലും പാസ്സായില്ലല്ലോ. 2029 മണ്ഡല പുനർനിർണയത്തിലൂടെ ജയിക്കാമെന്നുള്ളതാണ് BJPയുടെ തുറപ്പുചീട്ട്. 2 ചോദ്യങ്ങൾ. ഒന്ന്, മണ്ഡല പുനർനിർണയത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് ഇപ്പോഴും കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിന് ശേഷവും BJP കരുതുന്നുണ്ടോ? നിതിൻ നബിന്റെ ബങ്കിപ്പൂരിൽ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രകാരം ആ മണ്ഡലം BJPയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഏത് പട്ടിയോ പൂച്ചയോ നിർത്തിയാലും രാവിലെ 8 മണിക്ക് തന്നെ ജയിക്കേണ്ടതാണ്. എന്നാൽ ഒരു പുതിയ രാഷ്ട്രീയ സമൂഹമായി ജൻസി ഉയർന്നു വന്നത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നു. മത സാമുദായിക ഘടകങ്ങൾ പഴയതുപോലെയല്ല. സാമൂഹ്യ ഘടകങ്ങൾ സ്ഥിരതയോടെ തുടരുമ്പോൾ മാത്രമേ മണ്ഡല പുനർനിർണയത്തിന്റെ മേൽക്കൈ ഉണ്ടാവൂ. 2, 2017 സെൻസസിന് ശേഷം ജെറി മാൻഡറിംഗ് ശൈലിയിൽ 543 മണ്ഡലങ്ങളെയും കീറി മുറിക്കാനുള്ള സമയമുണ്ടോ? അതിനുള്ള രാഷ്ട്രീയ ലക്ഷറി BJPക്കുണ്ടോ? അടുത്ത ഡീലിമിറ്റേഷൻ എങ്ങനെ നടത്തണം എന്നതിനുള്ള വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 81, 82 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻസസ് പൂർത്തിയായാൽ മണ്ഡല പുനർനിർണയം നടത്തിയേ തീരൂ. എന്നാൽ യുവാക്കളുടെ ശക്തിയിൽ ധർമ്മേന്ദ്ര പ്രധാന് കഷ്ടിച്ചു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് 4 ദിവസമാണ്. ഇനി ദേശീയ രാഷ്ട്രീയം BJPക്ക് കൂടുതൽ എതിരാകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല. സമവായം തന്നെ വേണ്ടിവരും. വർഷകാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആം ആദ്മിയെ, ശിവസേനയെ, തൃണമൂലിനെ പിളർത്തിയത്. പ്രത്യേക പാക്കേജ് നൽകിക്കൊണ്ട് ശരത് പവാറിനെയും DMKയെയും ഒരുക്കി നിർത്തിയത്. കാറ്റ് മാറി വീശുകയാണ്. അതെല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോകട്ടെ. അതാണ് BJPയുടെ തീരുമാനം.